MLA ആയിരിക്കെ വെടിയേറ്റ് മരിച്ച ഒരാളുടെ രക്തസാക്ഷിത്വ ദിന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മുൻ സ്പീക്കർ ഷംസീർ നടത്തിയ പ്രസംഗം ഇപ്പോൾ കേരളത്തിൽ ചർച്ചയാണ്. അദ്ദേഹം ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞതിൽ ഒന്ന് രണ്ടെണ്ണം വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതിലൊന്ന് സ്ഥാനാർത്ഥി നിർണയം പാടെ പാളി എന്നുള്ളതാണ്. പയ്യന്നൂരിലും തളിപ്പറമ്പിലും. അതുമാത്രമല്ല, നമ്മുടെ ശൈലജ ടീച്ചറിൻ്റെ സ്ഥാനാർത്ഥിത്വവും പാളിപ്പോയെന്നാണ്. അത് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ആദിത്യനാഥിൻ്റെ സന്ദേശം അയ്യപ്പ സംഗമത്തിൽ വായിച്ചത് ശരിയായില്ല എന്നാണ്. അയ്യപ്പ സംഗമം ഗവൺമെൻറ്റിൻ്റെ അല്ല എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു വരുത്തിയതാണ്. അത് ദേവസ്വം ബോർഡ് സംഘടിപ്പിച്ചതാണ് എന്നാണ് പറഞ്ഞു കേട്ടിരുന്നത്. ഇപ്പോൾ അത് വായിച്ചത് ശരിയായില്ല എന്ന് അദ്ദേഹം പറയുന്നു. മറ്റൊന്ന് വെള്ളാപ്പള്ളിയെക്കുറിച്ചാണ്. വെള്ളാപ്പള്ളി മുസ്ലിങ്ങൾക്കെതിരെ, മുസ്ലിം ലീഗിനെതിരെ, അത് അദ്ദേഹത്തിൻ്റെ ഭാഷ്യമാണ്. ഒട്ടേറെ ആരോപണങ്ങൾ ഉന്നയിച്ചതെല്ലാം കേട്ട പാതി കേൾക്കാതെ പാതി ഗവൺമെൻറ് ഇരുന്നു. അതിൻ്റെ പരാജയമാണ് എന്നിങ്ങനെയാണ് പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ പരാജയ കഥകൾ പറയാത്തവരായിട്ട് ഇനി CPM ആരുമില്ല എന്നുള്ള സ്ഥിതിയാണ്. സത്യത്തിൽ എന്തുകൊണ്ടാണ് തോറ്റത്, എന്തുകൊണ്ടാണ് ജയിച്ചത് എന്ന് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യാറില്ലെങ്കിൽ തോറ്റത് എന്തുകൊണ്ടാണ് എന്ന് ചർച്ച ചെയ്യാറുണ്ട്. വെള്ളാപ്പള്ളിയുടെ കാര്യം തന്നെ എടുക്കുക. വിജയൻ ആദ്യം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹം ഒരു സ്വന്തം കാറിൽ ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അവിടെ നമ്മുടെ ക്ലിഫ് ഹൗസിലേക്ക്. എന്തൊരത്ഭുതം! ക്ലിഫ് ഹൗസിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്ന് കാറിൽ നിന്ന് ശ്രീ വെള്ളാപ്പള്ളിയെ സ്വീകരിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്തത്. അതൊരു വലിയ സന്ദേശമാണ് കേരളത്തിൽ നൽകിയത്. വെള്ളാപ്പള്ളി ആകെ ബുദ്ധിമുട്ടിലായിരുന്ന ഒരവസരത്തിലാണ് അദ്ദേഹം അവിടെ ചെന്നതെന്ന് എല്ലാവർക്കും അറിയാം. എന്തായിരുന്നു ആ ബുദ്ധിമുട്ടുകളെന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ല. മൈക്രോ ഫിനാൻസിൻ്റെ ഒരുപാട് കുഴപ്പങ്ങളിൽപ്പെട്ട് അന്വേഷണം നേരിടുന്ന ഘട്ടത്തിലാണ് അദ്ദേഹം ചെന്നത്. അദ്ദേഹത്തെ കണ്ടു, സംസാരിച്ചു. പിന്നീട് ഇന്ന് വരെ മൈക്രോ ഫിനാൻസിൻ്റെ പേരിലുള്ള ഒരു കേസിനെക്കുറിച്ച് നമ്മളാരും അറിഞ്ഞിട്ടില്ല. അദ്ദേഹം എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ എല്ലാ മന്ത്രിമാരും കൂടി രാജ്യം കറങ്ങിയാണെന്നൊരു കാര്യമുണ്ടല്ലോ. രാജ്യമല്ല, സംസ്ഥാനം, നവകേരള യാത്ര. അതിനോടനുബന്ധിച്ച് ആലപ്പുഴയിൽ മുഖ്യ പൗരന്മാരെ എല്ലാം കൂടി വിളിച്ചൊരു യോഗം നടത്തുന്നു. രണ്ട് യോഗങ്ങളിൽ എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്, ഞാൻ പോയിട്ടുണ്ട്. അവിടെ രണ്ട് സ്ഥലത്തും വെള്ളാപ്പള്ളിക്ക് വലിയ അവസരങ്ങളാണ് കൊടുത്തത്. അദ്ദേഹം മൈക്കെടുക്കുന്നു, സംസാരിക്കുന്നു എന്നിങ്ങനെ. എന്തായിരുന്നു അദ്ദേഹത്തിനുള്ള പ്രത്യേകത എന്ന് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. എന്താണ് വെള്ളാപ്പള്ളിക്ക് മാത്രമുള്ളൊരു പ്രത്യേകത? വിജയൻ എന്തിനാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാലോചിച്ചിട്ടുണ്ട്. ഹിന്ദുക്കളിലെ ഈഴവ വിഭാഗത്തിൻ്റെ ഒരു നേതാവ് എന്ന നിലയിലായിരിക്കും എന്ന് സാമാന്യമായി കരുതാമെങ്കിലും അതിനപ്പുറത്തേക്ക് എന്തോ ഒരു കാര്യമുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് ഒരാപത്തിൻ്റെ തുടക്കമായിരുന്നു. എന്താ വെള്ളാപ്പള്ളിയുടെ ചിന്താഗതികൾ? സ്വന്തം മകനെ അദ്ദേഹത്തിൻ്റെ ആശയാഭിലാഷങ്ങൾക്ക് വിരുദ്ധമായ നടപടികളും കർമ്മപരിപാടികളും സംഘടിപ്പിക്കുന്ന BJPക്ക് തീരെഴുതി കൊടുക്കുകയാണ് ചെയ്തത്. PDJS എന്നൊരു സംഘടന ഉണ്ടാക്കുന്നു.
ആ സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് വരുന്നു, അല്ല പ്രസിഡൻ്റായിട്ട് വരുന്നു. അങ്ങനെ എന്തായിരുന്നിരിക്കും അതിൻ്റെ ഉദ്ദേശ്യം? വളരെ വ്യക്തമാണ്. മകന് BJPയിൽ ഒരു ഉയർന്ന പദവി കിട്ടുന്നു, ചിലപ്പോൾ ഒരു പക്ഷേ കേന്ദ്രത്തിൽ ഒരു മന്ത്രിയായി കൂടുന്നുമില്ല. അങ്ങനെയുള്ള ദുർമോഹമാണ് അദ്ദേഹത്തെ ഭരിച്ചിട്ടുള്ളതെന്ന് കാണാൻ ആർക്കും പാഴൂർപ്പടി പോലെ പോകേണ്ടതുമില്ല. ഭാര്യയെ ഇറക്കി വിട്ടു. ഇവിടെ നമ്മുടെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി അവർ വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രചാരണം നടത്തി. ഈ BJP ഈ വെള്ളാപ്പള്ളിയോടൊരു കാര്യം ചോദിക്കാറുണ്ട്. ശ്രീനാരായണ ഗുരുവാരായിരുന്നു, അദ്ദേഹം പറഞ്ഞത് എന്താണ്? ജാതി ഏതായാലും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നാണ്. അങ്ങനെ വിശ്വസിക്കുന്ന പാർട്ടിയാണോ BJP? അല്ലേ അല്ല. ഹിന്ദുക്കൾക്ക് വേണ്ടി മാത്രം ഒരു പാർട്ടി എന്നതാണ് അവരുടെ നിലപാട്. ഹിന്ദുക്കളിൽ എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എല്ലാവരും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് സംഘപരിവാര സംഘടനകൾ ഒരു സംഘടന പോലും ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കാറില്ല, ചരമദിനം അതായത് സമാധി ദിനം ആചരിക്കാറുമില്ല. അതെന്താണെന്ന് ഇതുവരെ ഇദ്ദേഹം അന്വേഷിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടും ചാഞ്ഞും ചരിഞ്ഞും കേന്ദ്രത്തെ താങ്ങുന്നു, കേരളത്തെ താങ്ങുന്നു, ഇങ്ങനൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇത് മനസ്സിലാക്കണമായിരുന്നു. ഇനി മുസ്ലിം വിരോധം എന്ന് പറയുന്ന ഏത് കക്ഷിയുടെ നിലപാടാണ്? അത് BJPയുടെ ഒരു നിലപാടാണ്. ആ നിലപാടിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ സംഭാഷണങ്ങളൊക്കെ കേരളീയ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നതായിരുന്നോ? അല്ല. ഇന്ത്യയിൽ എവിടെയെങ്കിലും മതസൗഹാർദ്ദത്തിൻ്റെ വേരുകൾ അഗാധമായിട്ട് പതിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. എന്താ കാര്യം? ഇവിടെ മഹാമേരു പോലെ പകർന്നു നിൽക്കുന്ന ശ്രീനാരായണ ഗുരുവാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആചരിക്കാത്തതും ജന്മദിനം BJPയുടെ സംഘടനകൾ ആഘോഷിക്കാത്തതും. അത് മനസ്സിലാക്കാനുള്ള ധാർമ്മികത പോലും നമ്മുടെ വെള്ളാപ്പള്ളി മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു. ഏതായാലും അദ്ദേഹത്തിന് അതിന് ഒരു പ്രതിഫലം കിട്ടി. എന്താ പ്രതിഫലം? അദ്ദേഹത്തിന് ദേശീയ ബഹുമതികളിലൊന്നായിട്ടുള്ള ഒരു കാര്യം കൊടുത്തു. എന്നിട്ട് അത് കൊണ്ടുപോയി എവിടെ വയ്ക്കുന്നു? ശ്രീനാരായണ ഗുരുവിൻ്റെ മണ്ഡപത്തിലാണ് കൊണ്ടുവയ്ക്കുന്നത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിമയുടെ മുമ്പാകെയാണ് കൊണ്ടുവയ്ക്കുന്നത്. ഇതൊക്കെ എന്തൊരു തരം അഭ്യാസമാണെന്ന് അദ്ദേഹം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഏതായാലും തോൽവിക്ക് ഒരു കാരണം ശ്രീ വെള്ളാപ്പള്ളിയാണ് എന്നുള്ള കാര്യത്തിൽ മറ്റാർക്കും സംശയമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളാകെ മുസ്ലിം ജനസാമാന്യത്തെ, വിശേഷിച്ച് ന്യൂനപക്ഷങ്ങളെ അകറ്റി എന്നുള്ളത് വസ്തുതയാണ്. ആ വസ്തുത ഉൾക്കൊള്ളാൻ നമ്മുടെ ഷംസീറിനായില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കുഴപ്പം. മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് തോറ്റത്? ഒരു മുദ്രാവാക്യം ഞാൻ ഓർക്കുന്നു. ഞാൻ ആലപ്പുഴയ്ക്ക് സഞ്ചരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു വലിയ ബോർഡിൽ ഒരു മുദ്രാവാക്യം എഴുതി വച്ചിരിക്കുന്നു, LD ഹെൽപ്പ് അല്ലാതെ ആരുണ്ട്, മറ്റാരുണ്ട്. ഇത്ര അഹങ്കാരം തരുന്ന ഒരു മുദ്രാവാക്യം കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിൽ ഏതൊരു മുന്നണി ഇതുവരെ ഉയർത്തിയിട്ടില്ല. ശ്രീ വിജയൻ്റെ മാത്രം കട്ടൗട്ടുകളാണ്. ആലപ്പുഴ ജില്ലയിലെമ്പാടും ഉണ്ടായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ പോകാൻ, മറ്റ് ജില്ലകളിൽ പോകാൻ ഇടവന്നിട്ടില്ല. അത് താങ്കളെ വിജയൻ ഒരു കക്ഷിയുടെ നേതാവ് മാത്രമല്ലേ, എത്രയോ കക്ഷികൾ അതിനകത്തുണ്ടായിരുന്നു. അവരുടെ എല്ലാവരുടെയും കൂടി ഒരു പടമല്ലേ വയ്ക്കേണ്ടിയിരുന്നത്. അതിന് പോലെ ഇദ്ദേഹത്തിൻ്റെ മാത്രം പടം വയ്ക്കുന്നത് അതും മര്യാദയായിരുന്നില്ല. അങ്ങനെയുള്ള അപമര്യാദയുടെ പേരിലാണ് ഇദ്ദേഹം തോക്കുന്നത്. മറ്റൊന്ന് ആലോചിച്ച് നോക്കൂ, വേറൊരു കാര്യം ആലോചിച്ച് നോക്കാം. എന്താണത്? ഒരു കാര്യവുമില്ല ഈ മുന്നണി തോക്കാൻ. കാരണം അവരുടെ കാലത്ത്, അവരുടെ ഭരണകാലത്ത്
സമുദായ സൗഹാർദ്ദം എന്നത് നല്ലപോലെ ഉണ്ടായിരുന്നു. യാതൊരു വിധത്തിലുള്ള ഭരണ നടപടികളുടെ ഭാഗമായിട്ട് എന്തെങ്കിലും കലാപങ്ങളുണ്ടായിട്ടില്ല. മനുഷ്യർ സ്വസ്ഥവും സമാധാനവുമായിട്ടാണ് ജീവിച്ചിരുന്നത്. ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ചില സമരങ്ങളൊക്കെ ആ കാലത്തുണ്ടായിട്ടുണ്ട്. അതേതാ? ഒറ്റപ്പെട്ട സമരമെന്ന് പറയാൻ പറ്റത്തില്ല. മറിയച്ചേടത്തി നടത്തിയ സമരം, അതിന് പിന്തുണയായിട്ട് ചെന്ന ആരാ? നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്. എന്തായിരുന്നു കാര്യം? സമയത്ത് പെൻഷൻ കൊടുത്തില്ല. കൂടാതെ സ്ത്രീ ഉണ്ടായിരുന്നു. എന്നിട്ട് അവർക്ക് പെൻഷൻ കൊടുത്തത് ആരാ? സുരേഷ് ഗോപി. അവരവസാനം എവിടെ ചെന്ന് ചേർന്നത്? അവർ ചെന്ന് ചേർന്നതും BJPയുടെ അടുത്താണ്. പിന്നൊന്ന് ആശാസമരമാണ്. ആശാസമരത്തിൽ 600,000 തുക ആരാ കൂട്ടി 6,000 ആക്കിയത്? ഇടതുമുന്നണിയാണ്. എന്നിട്ടെന്തേ അവർ സമരം ചെയ്തു? സമരം ചെയ്ത് രാഷ്ട്രീയമായ കാരണങ്ങളാലാണ്. മറ്റ് സംസ്ഥാനത്തിൽ എന്താ 6,000 രൂപ പോലും കിട്ടുന്നില്ല. അപ്പോൾ ആ സമരം ന്യായമായിരുന്നുവെങ്കിലും സമയം ധാർമ്മികമായിരുന്നോ? അല്ല. പിന്നെന്തുകൊണ്ടാണ് ചെയ്തത് പണം കൊടുത്ത് അതിന് നിലനിർത്തത്തക്ക രീതിയിലുള്ള ആളുകളുണ്ടായിരുന്നു. ആരായിരുന്നു SCUCI? അവർ രാഷ്ട്രീയത്തിലുണ്ടോ എപ്പോഴും? മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിൽ അവർ സമരം നടത്തിയോ? ഇല്ല. അപ്പോൾ ദുരുപദിഷ്ടമായ സമരമായിരുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ നടത്തിയ ഏത് PSCയാണ്? കേരള PSCയാണ്. എന്നിട്ട് PSC റാങ്ക് ലിസ്റ്റ് നീട്ടണം എന്ന് വിചാരിച്ച് കുറേ പേര് സമരം നടത്തി. നീട്ടിക്കൊടുക്കുന്നതിന് എന്താ കുഴപ്പം? അപ്പോൾ സമരങ്ങളെല്ലാം അതെന്താ പറയേണ്ടത്, വീർപ്പിച്ചെടുക്കുക, അല്ലാതെ ശരിയായ സമരമല്ലായിരുന്നു. രൂപം കൊണ്ട സമരങ്ങളല്ല. എന്നിട്ട് ആ സമരത്തിൻ്റെ കൂടാൻ ആരാ ഉണ്ടായിരുന്നത്? UDFും ഇടതിന് എതിരായിട്ട് നിൽക്കുന്ന ആളുകളും മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളൊക്കെ പറയുന്ന ഒരു കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഇത് അല്ല, ഷംസീറിന് എത്ര ഷർട്ടുണ്ട്? പല ഷർട്ടുകളുണ്ടല്ലേ? അങ്ങനെ അവസാനം എന്തുമാത്രം ഷർട്ടുണ്ടെന്ന് കണ്ടുപിടിക്കാത്ത സ്ഥിതി വന്നില്ലേ? എന്ന് പറഞ്ഞാൽ വൈവിധ്യം നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഇപ്പോഴത്തെ ആഹാര രീതി എങ്ങനെയാണ്? കേരളത്തിലെ ആഹാര രീതി അറബി ആഹാര രീതിയെക്കുറിച്ച് പിന്തള്ളി മാറ്റിയതറിഞ്ഞോ? കാരണം എന്താ? ആഹാരത്തിലെ വൈവിധ്യം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. വസ്ത്രങ്ങളിലെ വൈവിധ്യം ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. വീടുകളിലെ വൈവിധ്യം, മരണത്തിലും അങ്ങനെ തന്നെയാണ്. ഇത് മാറി വരുന്നതാണ് ജനങ്ങൾ ഇഷ്ടപ്പെട്ടത്. അല്ലാതെ നിങ്ങളുടെ ഭരണത്തിൻ്റെ എന്തെങ്കിലും കുഴപ്പം കാരണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നിന്നാൽ തീർച്ചയായിട്ടും ഇഷ്ടംപോലെ കാരണങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതൊന്നും അല്ല കാരണം. കേരളത്തിൻ്റെ പുരോഗതിക്ക് എന്താ അടിസ്ഥാനം? മാറിയുള്ള ഭരണമാണ്. മുന്നണികളുടെ മാറിയുള്ള ഭരണം. ഒരാളൊന്ന് ചെയ്തിട്ട് പോകും, അടുത്ത ആൾ അതിലെ തെറ്റ് തിരുത്തും, പുതിയത് കൊണ്ടുവരും. ഇങ്ങനൊരു രീതിയാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ തോൽവിയിൽ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നുന്നില്ല. ഇത് തന്നെ ഭരണമായിരുന്നു, UDF തന്നെ ഭരണമായിരുന്നു. ഇനി UDFും അഭിരമിക്കുകയൊന്നും വേണ്ട. അടുത്ത തവണ LDF ആവും. ചിലപ്പോൾ LDFും UDFും അല്ലാത്തൊരു കക്ഷി വന്നെന്നും വന്നേക്കാം. അതാണ് ജനങ്ങളുടെ ചിന്ത. ഏതാണോ മികച്ചത് അത് വരണമെന്ന് അവരാഗ്രഹിക്കുന്നു. തെറ്റുതിരുത്തൽ കൂടുതൽ ഉണ്ടാകണമെന്ന് അവരാഗ്രഹിക്കുന്നു. വൈവിധ്യം അവർ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടുണ്ടായൊരു മാറ്റമാണിത്. നിങ്ങൾ ഇത്ര തലകുടഞ്ഞ് ആലോചിക്കുകയൊന്നും വേണ്ട. അല്ലാതെ നിങ്ങൾക്ക് തെറ്റുപറ്റിയത് നിങ്ങൾ ഏറ്റുപറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ്. അതല്ലെങ്കിലും പറയണമായിരുന്നു. ഏതായാലും ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട ഘട്ടം കഴിഞ്ഞു. ഇനി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി മെച്ചപ്പെട്ട പ്രതിപക്ഷം എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് പോകുമോ? അതാവും നല്ലത്.